നമുക്കിത് സുരക്ഷ എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ജനറൽ കമ്പാർട്ട്മെന്റിൽ നമുക്ക് സുരക്ഷ നൽകാവുന്ന പോലീസ് ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനോ അതിനുള്ളിൽ കൂടെ കയറി നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ്. അവിടെ ആരെയും നമ്മൾ കാണാറുമില്ല. പിന്നെ മറ്റ് റിസർവേഷൻ കമ്പാർട്ട്മെന്റിലൊക്കെ പണ്ട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെയും നമ്മുടെ യാത്ര സമയത്തൊക്കെ ആരെയും കാണാറില്ല എന്നുള്ളതാണ് എനിക്ക് അടുത്ത കാലത്തുള്ള അനുഭവം. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. ട്രെയിനിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് ഈ സെക്യൂരിറ്റി സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചിട്ടില്ല എന്ന് പൊതുവെ ഒരഭിപ്രായം പ്രൊട്ടക്ഷൻ ഫോഴ്സിലും അതുപോലെ തന്നെ പോലീസിലും ഉണ്ട്. അതുകൊണ്ട് കാര്യക്ഷമമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു ന്യൂനത നിലനിൽക്കെ ഇവിടെയുള്ള പ്രധാന പ്രശ്നം എന്താന്ന് പറഞ്ഞാല് ഈ മദ്യപാനവും അതേപോലെ തന്നെ മയക്കുമരുന്നിന്റെ ഉപയോഗം വളരെ കൂടി വരുന്നുണ്ട്. മദ്യപാനിയായാലും ശരി, മയക്കുമരുന്ന് ഉപയോഗിച്ച ആളുകളായാലും ശരി, അവർക്ക് ഹിതകരമല്ലാത്തൊരു സാഹചര്യം വന്നാൽ പെട്ടെന്ന് ദേഷ്യം ഉണ്ടാവുകയും അതനുസരിച്ച് പ്രതികരിക്കുകയും അവർ പ്രതികരിക്കുന്ന ഏത് രീതിയിലാണെന്നോ നമുക്ക് പോലും പ്രവചിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഹീനമായ പ്രവൃത്തി അല്ലെങ്കിൽ വളരെ ഗൗരവതരമായ രീതിയിലുള്ള പ്രവൃത്തി അക്രമ വാസനയോട് കൂടിയിട്ടാണ് അവർ ചെയ്യാറുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു അർഹമായ മാന്യത നൽകുക എന്നുള്ളത് സാധാരണ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ്. പക്ഷെ ഇപ്പോൾ ഇതേമാതിരി മദ്യപാനികളും അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ ദുർബല വിഭാഗമാണെന്ന് കാണുമ്പോൾ അവരെയാണ് കൂടുതൽ ഇവര് ആക്രമിക്കാൻ ശ്രമിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് ഈ 19 വയസ്സ് വീതമുള്ള 2 കുട്ടികളെ അവരോട് അവമര്യാദ പെരുമാറി അവർ മാറി നിൽക്കാൻ പറയുന്നതിന്റെ അവസരത്തിൽ വാക്കേറ്റം ഉണ്ടാകും. അതിന്റെ പുറത്തിൽ പെട്ടെന്ന് പ്രകോപിതനായി അദ്ദേഹം ആ കുട്ടികളെ ചവിട്ടി പുറത്തേക്ക് ഇടുകയാണ്. ഒരു കുട്ടി വീണ് ദാരുണമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഗൗരവതരമായ പരിക്ക് പറ്റി. മറ്റേ കുട്ടി ദൈവാനുഗ്രഹം കൊണ്ടത് വലിയ പരിക്കില്ലാണ്ട് ആ കുട്ടിയുടെ മനസാന്നിധ്യം കൊണ്ടും ധൈര്യം കൊണ്ടും രക്ഷപ്പെട്ടു എന്ന് പറയാം. പിന്നെ ആളുകൾ ഏതായാലും അതിനുശേഷം ഇടപെട്ടത് കൊണ്ട് ആ പ്രതിയെ അപ്പം തന്നെ പിടിക്കാൻ പറ്റി. അല്ലെ പോയി കഴിഞ്ഞാൽ അതും നമുക്ക് പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. എന്തായാലും ഇങ്ങനെയുള്ള ഒരു സംഭവം ആവർത്തിക്കപ്പെടുമ്പോൾ ഇതിന് ആരെ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം സാധാരണക്കാരൻ പ്രതികരിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ കൂട്ടിന് ആളെ കിട്ടില്ല. പക്ഷെ മദ്യപാനികളുടെയും മയക്കുമരുന്നിന്റെയും ആളുകളുടെ ഒത്താശയും സഹായം അവിടുന്ന് തന്നെ അവർക്ക് കിട്ടും. അതുകൊണ്ട് സമൂഹത്തിലെ നല്ല മനസ്സുള്ള അല്ലെങ്കിൽ സാമൂഹ്യ ബോധമുള്ള ആളുകൾക്ക് പോലും ഇടപെടാൻ ഇപ്പൊ ഭയമാണ് എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുമ്പോൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. എന്തായാലും ഇതിപ്പം കുറെ ദിവസം ഇനിയിപ്പം പറയും അങ്ങനായി ഇങ്ങനായി. പണ്ടേ സൗമ്യയുടെ കേസുണ്ട്. അപ്പോ ഇനിയിപ്പോ പറയും ഇതിങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല എന്ന് പറഞ്ഞൊരു ആക്രോശം ബഹളമൊക്കെ ഉണ്ടാവും. അപ്പൊ കുറെ പോലീസ് അതിലേ പോവും അങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയും. അതൊന്നും ഫലപ്രദമാകില്ല എന്നുള്ളതിന്റെ ദൃഷ്ടാന്തമാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് വലിയൊരു ചോദ്യചിഹ്നമായി ഒരു സ്ത്രീകളെ സംബന്ധിച്ചോളം പ്രത്യേകിച്ച് ഒരു ഭയാനക സാഹചര്യം റെയിൽവേ യാത്രയിലുണ്ട്. പൊതുവെ സമൂഹത്തില് ഇപ്പോ അത് കൂടിക്കൂടി വരുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ജീവിക്കുക, പരസഹായം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ വേണ്ടി മാത്രമേ ഈ തൽക്കാലം പറയാനുള്ളൂ. എന്നാലും സംവിധാനങ്ങളുടെ സംരക്ഷണം എത്രമാത്രം കിട്ടുമെന്നുള്ളത് നമുക്ക് അത്ര വിശ്വസനീയമായ രീതിയിൽ ഉറപ്പില്ല എന്നാണ് പറയാനുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.